എന്താണ് IVF? ആർക്കാണ് IVF ചെയ്യേണ്ടത്? എന്താണ് IVFൻ്റെ പ്രൊസീജിയർ എന്താണ്? ഇതിന് റിസ്ക്സ് എന്തെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ സക്സസ് റേറ്റ്സ് എങ്ങനെയാണ്? നിങ്ങൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹായ്, ഞാൻ ഡോക്ടർ അംലി ജോസ്, ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. ഇന്ന് നമുക്ക് IVFനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിച്ചാലോ. എന്താണ് IVF അല്ലെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ, അതായത് എഗ്ഗും സ്പേമും മീറ്റ് ചെയ്യുന്ന പ്രക്രിയ മാത്രം ഒരു ലാബിൽ നടക്കുന്നു. അത് കഴിഞ്ഞാൽ എംബ്രിയോ, ഭ്രൂണത്തിനെ നമ്മൾ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇത്രയാണ് IVF. അത് കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസി ഒരു നോർമൽ നാച്ചുറൽ പ്രഗ്നൻസി പോലെ തന്നെ പ്രൊസീഡ് ചെയ്യുന്നു. അപ്പം ഈ IVF കൊണ്ട് നമുക്ക് എന്ത് അഡ്വാൻറ്റേജ് കിട്ടുന്നു വെച്ചാൽ, ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ്, എഗ്ഗും സ്പേമും കൂടി മീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് പുറത്ത് നടക്കുന്നു. അപ്പോൾ നമുക്ക് യൂട്രസിൻ്റെ ട്യൂബ്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ സ്പേം നമ്പേഴ്സ് കുറവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഓവുലേഷൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, ഇതിലൊക്കെ നമുക്ക് ഈ ഇഷ്യൂസിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. സോ ആർക്കൊക്കെയാണ് IVF യൂസ്ഫുൾ ആയിട്ടുള്ളത്? ഈ പറഞ്ഞതുപോലെ തന്നെ 2 ട്യൂബും ബ്ലോക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അതായത് മൾട്ടിപ്പിൾ സൈക്കിൾസ് നോക്കി, ട്രീറ്റ്മെൻറ്റ് നോക്കി, ഓവുലേഷൻ നോക്കിയാണ്, ബാക്കി എല്ലാ ഇഷ്യൂസും നോക്കിയാണ്, IUI നമ്മൾ മൾട്ടിപ്പിൾ സൈക്കിൾസ് നോക്കി എന്നിട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ IVF ഇസ് ഡെഫിനറ്റ്ലി ഗുഡ് ഓപ്ഷൻ. അല്ലെങ്കിൽ അഡ്വാൻസ് മെറ്റേണൽ ഏജ്, നമ്മുടെ റിസർവ്സ് കുറവാണ്, നാച്ചുറലി നോക്കി ചെറിയ ട്രീറ്റ്മെൻറ്റ്സ് നോക്കി നടക്കുന്നില്ല, പ്രഗ്നൻസി ആവുന്നില്ല എന്നുള്ള സിറ്റുവേഷൻസിലും ഇത് ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമുക്ക് ക്യാൻസർ സർവൈവർ പേഷ്യൻസിൽ നമുക്ക് ചിലപ്പം, അല്ലെങ്കിൽ സോഷ്യൽ എഗ് ഫ്രീസിങ് വഴി നമ്മൾ പണ്ട് എഗ്ഗ് ഫ്രീസ് ചെയ്തിട്ടുണ്ട്, അത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പേംസ് ഫ്രീസ് ചെയ്തിട്ടുണ്ട്, അത് നമുക്കിപ്പോൾ യൂസ് ചെയ്യുന്നു. അതിനൊക്കെ നമുക്ക് IVF യൂസ്ഫുൾ ആയിട്ട് വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ജെനറ്റിക് ഇഷ്യൂസ് ഉണ്ട്, അതായത് മദറിനും ഫാദറിനും എന്തെങ്കിലും ജെനറ്റിക് ഇഷ്യൂസ് ഉണ്ട്, അത് കുഞ്ഞിനും വരാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ബേബി അഫക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് എംബ്രിയോസ് അഫക്റ്റഡ് ആണോ എന്ന് നോക്കി IVF മുഖാന്തരം ഡിസീസ് ഫ്രീ ആയിട്ടുള്ള എംബ്രിയോസിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അങ്ങനെ PGT എന്ന് പറയും. അപ്പോൾ IVFന് മുമ്പായിട്ട് നിങ്ങളൊരു IVFനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ടെസ്റ്റാണ് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, മെയിലിൻ്റെ ഫീമെയിൽ പാർട്ട്ണറിൻ്റെയും ഒരു ഡീറ്റെയിൽ ഇവാലുവേഷൻ എന്നുള്ളതാണ്. ബേസിക് ഒരു സ്കാനിങ് നമ്മൾ നോക്കും, എഗ് നമ്പേഴ്സ് എത്രയുണ്ടെന്ന് നോക്കും, ബ്ലഡ് ടെസ്റ്റ് നോക്കും, ഹോർമോൺസ് ഓക്കെ അല്ലേന്ന് നോക്കും. അതുപോലെ തന്നെ സിമെൻ ടെസ്റ്റിങ്ങിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, നമുക്ക് സിമെൻസിൽ സ്പേം കാണുന്നുണ്ടോ, നമുക്ക് നോർമൽ പ്രോസസ്സിൽ കൂടെ IVF അല്ലെങ്കിൽ ICSI പോസിബിൾ ആണോ എന്നൊന്ന് റീകൺഫേം ചെയ്യും. ആവശ്യമുണ്ടെങ്കിൽ ഒരു 2 to 3 months നമ്മൾ മെഡിസിൻസ് എടുത്ത് എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ക്വാളിറ്റി ഒന്ന് ഇംപ്രൂവ് ചെയ്തതിന് ശേഷം IVFലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. ഇനി ഒരു IVF ജേർണിയിൽ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഒന്ന്, നമ്പർ 1, നമ്മൾ എപ്പോൾ ചെയ്യുന്നു എന്നുള്ള ഡെസിഷനാണ്. പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒപ്റ്റിമൈസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളത് ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫീമെയിൽ പാർട്ട്ണറെ ടിപ്പിക്കലി ഒരു പീരിയഡ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മീറ്റ് ചെയ്യുന്നു, ടിപ്പിക്കലി ഒരു 2nd day ഓഫ് പീരിയഡ്സിൽ മീറ്റ് ചെയ്യുന്നു. അന്ന് തൊട്ടിട്ട് നമുക്കൊരു 10 to 12 days ഓഫ് ഇഞ്ചെക്ഷൻസ് ആയിരിക്കും റുട്ടീനിൽ ഉണ്ടാവുക. ആ ഇഞ്ചെക്ഷൻസ് എടുത്ത് നമ്മുടെ എഗ്സ് എല്ലാം ഗ്രോ ചെയ്ത് കഴിയുമ്പോൾ എഗ്ഗിൻ്റെ നമ്പേഴ്സും സൈസും ഓക്കെയാണ് നമ്മൾ എൻഷുർ ചെയ്തതിന് ശേഷം നമ്മളൊരു ട്രിഗർ ഇഞ്ചെക്ഷൻ തരുന്നു. ഈ ട്രിഗറിൻ്റെ ഉദ്ദേശം ഈ എഗ്സ് മെച്യൂർ ആവാനും ഫെർട്ടിലൈസേഷൻ റെഡി ആക്കാനും വേണ്ടിയിട്ടാണ്. ഈ ട്രിഗർ ഇഞ്ചെക്ഷൻ എടുത്തതിന് ശേഷം യൂഷ്വലി ഒരു 36 മണിക്കൂർ കഴിയുമ്പോൾ, ഈ ടൈമിംഗ് ഓഫ് ഇഞ്ചെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ എഗ്സ് ബോഡിയിൽ റിലീസായി പോകരുത്. നമ്മൾ IUIലാണെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, ബിക്കോസ് ഓവുലേഷൻ നടക്കാൻ പോകുന്നത് ബോഡിക്കുള്ളിലാണ്. IVFൽ ഈ എഗ്സിനെല്ലാം നമുക്ക് പുറത്തേക്ക് കളക്ട് ചെയ്യണം. എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പ്രീവിയസ്ലി സ്കാൻസ് ചെയ്തിട്ടുണ്ടാവും. ട്രാൻസ്വജൈനലി നമ്മൾ അൾട്രാസൗണ്ട് വഴിയായിട്ട് ചെറിയൊരു നീഡിൽ ആ സ്കാൻ പ്രോബിൻ്റെ അറ്റത്ത് വെച്ചിട്ട് നമ്മൾ അൾട്രാസൗണ്ട് വഴിയായിട്ടാണ് എഗ്സിനെ നമ്മൾ വലിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്കാനിൽ കാണുന്ന ഫോളിക്കിൾസ് ആണ്, അതായത് ബലൂൺ പോലെ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഫോളിക്കിൾസ് ആണ് നമുക്ക് ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഉള്ളൊരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറാണ് എഗ്ഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് വലിച്ചെടുക്കുന്നു, എന്നിട്ട് അതിനെ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അകത്ത് വെച്ച് നോക്കുന്നു അതിൻ്റെ ഉള്ളിൽ എഗ്ഗ് ഉണ്ടോ, എഗ്ഗ് ഉണ്ടെങ്കിൽ അത് മെച്യൂർ ആയിട്ടുള്ള എഗ്ഗാണോ, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്. അങ്ങനെ മെച്യൂർ ആയിട്ടുള്ള എഗ്സിനെ നമ്മൾ സ്പേമുമായിട്ട് യോജിപ്പിക്കുന്ന പ്രോസസ്സാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഡേ നോക്കും, ഈ എഗ്ഗും സ്പേമും കൂടി മീറ്റ് ചെയ്തു, ഇനി അത് ഭ്രൂണമായോ കുഞ്ഞായോ എന്ന് അറിയാനായിട്ട് ഈ എഗ്ഗും സ്പേമും കൂടി മീറ്റ് ചെയ്തു, അത് നെക്സ്റ്റ് ഡേ ഫെർട്ടിലൈസ് ആയോ എന്ന് നമ്മൾ നെക്സ്റ്റ് ഡേ ചെക്ക് ചെയ്യും. അതിനുശേഷം 3rd ഡേയിൽ അവർ എംബ്രിയോ ആയി. കാരണം നമ്മളൊരു 10 eggs ഉണ്ടെങ്കിൽ പലരുടെയും എഗ്ഗും സ്പേമും ഫാക്ടർ അനുസരിച്ചിരിക്കും. ചിലർക്ക് ചിലപ്പോൾ 8 എംബ്രിയോസ് കിട്ടിയെന്ന് വരാം, ചിലർക്ക് 0 ആയെന്നും വരാം. സോ അത് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ക്വാളിറ്റിയാണ്. സോ ഒരു 3ാമത്തെ ദിവസം നമുക്ക് അറിയാൻ പറ്റും എത്ര പേര് ഇതിൽ എംബ്രിയോ ആയി എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ആ എംബ്രിയോസിനെ ഒന്നെങ്കിൽ ഈ 3ാമത്തെ ദിവസം തന്നെ, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ഫ്രോസൺ ആയിട്ട്, അതായത് ഒരു സൈക്കിൾ ബ്രേക്കിന് ശേഷം നെക്സ്റ്റ് സൈക്കിളിൽ മദറിൻ്റെ യൂട്രസിലേക്ക് തിരിച്ചു വയ്ക്കുന്നു. ഇനി തിരിച്ചു വയ്ക്കുന്ന പ്രോസസ്സ് അനസ്തീഷ്യ ഒന്നും വേണ്ട, നമ്മൾ IUI പോലെ തന്നെ സിമ്പിളായിട്ടുള്ള പെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മളൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ക്യാനില വഴി അൾട്രാസൗണ്ട് വഴി നോക്കിയിട്ട് യൂട്രസിൻ്റെ ഉള്ളിലേക്ക്
ഈ എംബ്രിയോസിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. പിന്നെയുള്ള പ്രോസസ്സ് കംപ്ലീറ്റ്ലി നാച്ചുറൽ പ്രോസസ്സ് പോലെ തന്നെയാണ്. ഓവുലേഷൻ കഴിഞ്ഞ് 2 weeks കഴിയുമ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കുന്നത് പോലെ തന്നെ ഈ സിറ്റുവേഷനിൽ നമ്മളൊരു ഫിക്സ് ഡേറ്റിൽ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കുന്നു. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി ഇതിൻ്റെ സക്സസ് റേറ്റ് എങ്ങനെയാണ്? IVF അല്ലേ ചെയ്യുന്ന, എഗ്ഗും സ്പേമും കൂടെ അല്ലേ മീറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ പിന്നെ എന്തായാലും പ്രഗ്നൻസി ആവുമല്ലോ എന്ന് ചോദിച്ചാൽ നോ, IVF ഒരിക്കലും 100% അല്ല. നമുക്ക് അതിൻ്റെ സക്സസും ഡിപ്പെൻഡ് ചെയ്യുന്നത് എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ക്വാളിറ്റീനെ ബേസ്ഡ് ആയിട്ട് തന്നെയാണ്. ഈവൻ നമുക്ക് പാർട്ട്നേഴ്സിൻ്റെ ഏജ്, പാർട്ട്നേഴ്സിൻ്റെ ഒവേറിയൻ റിസർവ്സ്, അല്ലെങ്കിൽ സ്പേമിൻ്റെ ക്വാളിറ്റി, ഇതെല്ലാം നമ്മുടെ ഔട്ട്കത്തിനെ എഫക്റ്റ് ചെയ്യും. അതല്ലാതെ യൂട്രസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മേ ബി ഫൈബ്രോയിഡ്സ് ആവാം, അഡനോമൈസിസ് ആവാം, ഇതെല്ലാം നമ്മുടെ IVFൻ്റെ സക്സസിനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പെർ സൈക്കിൾ പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് വേരി ചെയ്യുമെങ്കിലും ഒരു 30 to 40% ആണ് ഒരു റീസണബിളി നമുക്കൊരു സക്സസ് റേറ്റ് അല്ലെങ്കിൽ ഒരു ലൈവ് ബർത്ത് റേറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ഇനി IVFൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, സൈഡ് എഫക്ട്സ് ഉണ്ടോ? ഇഞ്ചെക്ഷൻസ് നമ്മളൊരു 10 days എടുക്കുന്നു. ഡെഫിനറ്റ്ലി അൺകംഫർട്ടബിൾ ആണ്. വളരെ ചെറിയൊരു നീഡിലാണ്, നമ്മൾ ഇൻസുലിൻ സിറിഞ്ച് പോലത്തെ ചെറിയ നീഡിലുകൊണ്ടാണ് ഇഞ്ചെക്ട് ചെയ്യുന്നതെങ്കിലും ഡെഫിനറ്റ്ലി അൺകംഫർട്ടബിൾ ആണ് ഡെയിലി 10 days ഇഞ്ചെക്ഷൻസ് എടുക്കുക എന്നുള്ളത്. അതുകൂടാതെ കൂടുതൽ എഗ് നമ്പേഴ്സ് കിട്ടുന്ന ആൾക്കാരിൽ, സപ്പോസ് ഒരു 10 to 15 eggs ഒക്കെ കിട്ടുന്ന ആൾക്കാരിൽ, PCOS ഉള്ള ആൾക്കാരിലൊക്കെ ഒരു ചെറിയ ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ്റെ ചാൻസസും ഉണ്ട്. സോ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ടൈലേർഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ ഹൈപ്പർ സ്റ്റിമുലേഷൻ ഓൾമോസ്റ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള പ്രോട്ടോക്കോൾ ആയിരിക്കും നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ എഗ് റിട്രീവൽ പ്രോസസ്സ് അഗൈൻ ഒരു അൺകംഫർട്ടബിൾ പ്രോസസ്സാണ്. നമുക്കറിയാം നമ്മുടെ കയ്യിൽ നീഡിൽ കുത്തുന്നത് എന്ത് പെയിൻഫുൾ ആണ് അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആണ്. സിമിലർലി വെജിനലിൽ ഒരു നീഡിലും കൊണ്ട് പോക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി അൺകംഫർട്ടബിൾ ആൻഡ് പെയിൻഫുൾ. അതുകൊണ്ട് തന്നെ നമ്മൾ സെഡേഷനിലാണ് ഇപ്പം എഗ് റിട്രീവൽ പ്രോസസ്സ് ചെയ്യുക. സോ അപ്പോൾ ഈ സെഡേഷൻ അല്ലെങ്കിൽ അനസ്തേഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് നമുക്ക് ആ ഒരു 1 dayയിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഇനി ഒരു IVFന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ചാൻസസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്പർ 1, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. നിങ്ങൾ സ്മോക്കിങ്ങോ വേപ്പിങ്ങോ ചെയ്യുന്ന ആളാണെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ്. അറ്റ്ലീസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഒരു 3 മാസം മുമ്പെങ്കിലും അത് നിർത്തണം. ആൽക്കഹോളും സിമിലർലി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. ഒരു ഐഡിയൽ ബോഡി വെയ്റ്റിലേക്ക് എത്തുക. ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരുടെയും BMI ഒരു ഡിറ്റർമിനിങ് ഫാക്ടർ തന്നെയാണ്. ഇതുകൂടാതെ നിങ്ങളുടെ ഷുഗേഴ്സ് കൺട്രോളിലാണെന്ന് എൻഷുർ ചെയ്യുക. തൈറോയിഡ് ലെവൽസ് ഓക്കെ ആണെന്ന് എൻഷുർ ചെയ്യുക. ഒരു മിനിമം 6 hours to 8 hours എങ്കിലും സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക. സ്ട്രെസ് റിഡക്ഷൻ ടെക്നീക്സ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇതിനെക്കുറിച്ച് വായിക്കുക. അവയർനെസ് ഉണ്ടാകുന്നത് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുള്ളാണ്. പല ആങ്സൈറ്റീസും റിലീവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്തിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ടൈംലി എടുക്കാനായിട്ട് നോക്കാം.